again, welcome back to Nandus kitchen. ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി ചിക്കൻ സ്റ്റൂ ആണ്. ഒരു സാധാരണ രീതിയിലുള്ള ഒരു ചിക്കൻ സ്റ്റൂ ആണ് ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം എടുത്തു വെച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കിലോ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 6 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എരിവ് ഇഷ്ടമാണെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. ഒരു ചെറിയ ഇഞ്ചി ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ 6 വെളുത്തുള്ളി അല്ലിയും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 2 ക്യാരറ്റ് ചെറുതായി മുറിച്ചെടുത്തത്, ഒരു വലിയ ഉരുളക്കിഴങ്ങ് മീഡിയം കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്, 3 കറുവപ്പട്ട, 5 ഏലക്ക, 6 ഗ്രാമ്പു എന്നിവയും എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ ഓയിൽ, തേങ്ങയുടെ 2-ാം പാൽ 2 കപ്പ്, തേങ്ങയുടെ 1-ാം പാൽ 1/4 കപ്പ്, പിന്നെ ആവശ്യത്തിന് ഉപ്പും. ആദ്യം ഒരു കടായി അടുപ്പിൽ വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിക്കുക. ആദ്യം ഇട്ട് കൊടുക്കുന്നത് പട്ട, ഗ്രാമ്പു, ഏലക്കായ തുടങ്ങിയവയാണ്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുകയാണ്. ഒരു മിനിറ്റിന് ശേഷം പച്ചമുളക് ഇതിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചേർക്കുന്നത് സവാളയാണ്. സവാള ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഇതെല്ലാം നന്നായി വഴഞ്ഞു കഴിഞ്ഞാൽ കറിവേപ്പില ചേർക്കുകയാണ്. ഇത് നന്നായി വഴറ്റിയെടുക്കുക. ഇനി ഇതിൽ ചേർക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. ഒപ്പം ക്യാരറ്റും ചേർക്കുക. ഇതിനോടൊപ്പം തന്നെ ചിക്കനും ഇതിലിട്ട് കൊടുക്കുക. എല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഈ സമയം ചിക്കനും കൂടി വേണ്ടി വരുന്ന അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത ശേഷം ഒന്നുകൂടി എല്ലാം ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിൽ തേങ്ങയുടെ 2-ാം പാൽ ഒഴിക്കുകയാണ്. ഒന്നും കൂടി എല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക. തിള വന്നു തുടങ്ങിയാൽ മൂടി കൊണ്ട് മൂടി വേവിച്ചെടുക്കുക. ചിക്കൻ വെന്തുവോ എന്ന് ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കണം. ഒപ്പം എല്ലാ കഷ്ണങ്ങളും ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കുകയും വേണം. ഗരം മസാല പൊടിയും കുരുമുളക് പൊടിയും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. വെന്ത ഉരുളക്കിഴങ്ങുകളിൽ പകുതി തവ കൊണ്ട് പൊടിച്ചു കൊടുക്കണം. മറ്റൊരടുപ്പിൽ ഈ സമയം താളിച്ചെടുക്കുവാനുള്ള സാധനങ്ങൾ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും ചെറിയുള്ളിയുമാണ് താളിച്ചെടുക്കുവാൻ വേണ്ടി വഴറ്റിയെടുക്കുന്നത്. ചിക്കൻ വെന്തു കഴിഞ്ഞാൽ തേങ്ങയുടെ 1-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1-ാം പാൽ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ തിള വരേണ്ട ആവശ്യമില്ല. താളിച്ചത് ചേർത്ത് തീ ഓഫ് ചെയ്യാം. താളിച്ചത് ചേർത്ത് തീ ഓഫ് ചെയ്ത് മൂടി വെക്കാം. കുറച്ച് മല്ലിയില മുകളിൽ തൂവി കൊടുക്കുന്നുണ്ട്. ഇതാ നമ്മുടെ ചിക്കൻ സ്റ്റൂ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഫാമിലിയിൽ അംഗമാവുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.